നമസ്കാരം. ലോക്കൽ പോളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Life Easy Electronics and Home Appliances. കണ്ണൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ സംസ്ഥാന പോലീസിന് കഴിവില്ലെന്ന് കെ സുധാകരൻ. കേന്ദ്രസേന വേണം. നാമനിർദ്ദേശ പത്രിക നൽകാൻ സാഹചര്യമില്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഒഴിയട്ടെ എന്ന് CPIM. കേന്ദ്രസേന വേണ്ട. പത്രിക സമർപ്പിക്കാനെത്തിയ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പെരുമാറ്റച്ചട്ടം പാലിക്കാൻ മറ്റന്നാൾ മുതൽ കർശന പരിശോധന. മാറ്റങ്ങൾ പഠിപ്പിക്കാൻ കമ്മീഷന്റെ കേരള പര്യടനം. പാലക്കാട് നഗരസഭയിലെ അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകളെന്ന ആരോപണം. അർഹരായ പലരെയും ഒഴിവാക്കിയെന്ന് CPIM-ഉം BJP-യും നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. കണ്ണാടി പഞ്ചായത്തിൽ CPIM-ന് അഭിമാന പോരാട്ടം. വിമതർ വീഴ്ത്തിയ അധികാര കസേര തിരിച്ചുപിടിക്കാൻ പാർട്ടി അവസാനാംഗത്തിന്. വിമതരുടെ പൗരമുന്നണിക്കും വിജയപ്രതീക്ഷ. പാർട്ടി പത്രത്തിന്റെ വരിസംഖ്യ അടയ്ക്കാൻ DCC ഓഫീസുകളിൽ സ്ഥാനാർത്ഥികളുടെ തിരക്ക്. ഒരു വർഷമെങ്കിലും വീക്ഷണം വരുത്താത്തവർക്ക് ചിഹ്നമില്ലെന്ന സർക്കുലർ കർക്കശമാക്കി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ വിമതരായി രംഗത്തെത്തിയത് പത്തനംതിട്ട ജില്ലയിൽ UDF-ൽ കടുത്ത ആശങ്കയുണ്ടാക്കി. പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരാണ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് വിമതരാകാൻ ഒരുങ്ങുന്നത്. ഭർത്താവ് മത്സരിച്ചിരുന്ന സീറ്റ് വനിതാ സംവരണമായപ്പോൾ ഭാര്യയ്ക്ക് നൽകിയിട്ടും ഭർത്താവ് മറ്റൊരു വാർഡിൽ റിബലായി പത്രിക നൽകിയിരിക്കുന്നു. DCC വൈസ് പ്രസിഡന്റായ ചേട്ടന് സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് അനിയനും പത്രിക നൽകി. AI ഗ്രൂപ്പുകളുടെ സീറ്റ് തർക്കത്തിൽ വീർപ്പുമുട്ടിയ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വിമത ശല്യത്തിന് എന്ത് പരിഹാരം കാണുമെന്നറിയാതെയാണ് പത്തനംതിട്ടയിൽ നട്ടം തിരിയുന്നത്. പത്തനംതിട്ട നഗരസഭാ ചെയർമാനായ സുരേഷ് കുമാർ അടക്കമുള്ളവർ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വാർഡിൽ പത്രിക പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിനു പുറമെയാണ് ഘടകകക്ഷികളുടെ വാർഡുകളിലും കോൺഗ്രസുകാർ വിമതരായി എത്തുന്നത്. നഗരസഭയിൽ 30-ാം വാർഡിൽ കേരള കോൺഗ്രസ് നേതാവ് PK ജേക്കബ് മത്സരിക്കുന്ന സീറ്റിൽ കോൺഗ്രസ് നേതാവ് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നേതൃത്വം ഇടപെട്ട് അവസാന നിമിഷം അനുനയിപ്പിക്കുകയായിരുന്നു. RSP അടക്കമുള്ള ഘടകകക്ഷികളും തങ്ങളുടെ സീറ്റുകളിലെ കോൺഗ്രസ് വിമത നീക്കങ്ങൾക്കെതിരെ DCCയെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട നഗരത്തിലെ ചുരുളിക്കോട് വാർഡിൽ കോൺഗ്രസ് വിമതരുൾപ്പെടെ 12 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയിരിക്കുന്നത്. വിമതശല്യം രൂക്ഷമായതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇതുവരെ സജീവമായി പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല. ഒരേ വീട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി 2 പേർ വോട്ട് ചോദിച്ചെന്ന സംഭവവും പത്തനംതിട്ട നഗരത്തിലുണ്ടായി. ഇതോടെ ആരാണ് യഥാർത്ഥ സ്ഥാനാർത്ഥി എന്നറിയാതെ വോട്ടർമാരും ആശയക്കുഴപ്പത്തിലാണ്. നാളെ വൈകുന്നേരത്തോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് യഥാർത്ഥ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാകുമെന്നാണ് DCCയുടെയും കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ, പത്തനംതിട്ട. ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരൻ. CPIM-ന്റെ ഗൂണ്ടായുസത്തെ നേരിടാൻ കേരള പോലീസിന് കഴിവില്ലെന്ന് സുധാകരൻ പറഞ്ഞു. കേന്ദ്രസേനയില്ലാത്ത കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല. അതേസമയം നാമനിർദ്ദേശ പത്രിക നൽകാൻ പോലും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത പോലീസിനെ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ CPIM രംഗത്തു വന്നു. തെരഞ്ഞെടുപ്പിന് മുൻപേ ഇടതുമുന്നണി കണ്ണൂരിൽ 19 സീറ്റുകളിൽ എതിരില്ലാതെ വിജയിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസ് CPM വാക്പോര് ശക്തമായത്. ഈ വിജയം CPM ഗുണ്ടായുസം കാണിച്ച് പിടിച്ചെടുത്തതാണെന്ന് കെ സുധാകരൻ ആവർത്തിക്കുന്നു. നിലനിൽപ്പിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ CPM എന്തും ചെയ്യുന്നിരിക്കെ അതിന് തടയിടാൻ കേരള പോലീസിനെ കൊണ്ട് കഴിയില്ല. കണ്ണൂരിൽ കേന്ദ്രസേനയെ വിന്യസിക്കണം. ഇവിടുത്തെ പോലീസിന് അത്രയും നമ്മൾ അല്പവരിയൊന്നും CPM-കാരെ ഗുണ്ടായുസത്തെ നേരിടാനില്ല. കേന്ദ്രസേനക്ക് അതൊരു വിഷയമല്ല. എന്നാൽ 50,000 പോലീസുകാരുണ്ടായിട്ടും 4 കോൺഗ്രസുകാർക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത ഭരണം എന്ത് ഭരണമാണെന്ന് കോടിയേരി ചോദിച്ചു. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഭരിക്കുന്ന 50,000 പോലീസുകാരവരുടെ കയ്യിലുണ്ടായിട്ട് ഒരു 10 കോൺഗ്രസുകാർക്ക് നോമിനേഷൻ കൊടുക്കാൻ, സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും എന്തിനാണ് കേരളം ഭരിക്കുന്നത്? ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് P. ജയരാജനും ആവശ്യപ്പെട്ടു. തനിക്ക് തൻ്റെ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് തന്നെ സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് കുറ്റസമ്മതം നടത്തി രാജിവെച്ച് പോകുന്നതാണ് നല്ലത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കണ്ണൂർ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിട്ടേയില്ല എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതു സംബന്ധിച്ച് കമ്മീഷന് പരാതിയൊന്നും കിട്ടിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ K. ശശിധരൻ നായർ അറിയിച്ചു. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയിൽ റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. 95% സ്ക്രൂട്ടനിയും കഴിഞ്ഞ് അതിൻ്റെ നോമിനേഷൻസ് അതിൻ്റെ തീരുമാനം എടുത്ത് കഴിഞ്ഞതാണ്. അല്ല, കമ്മീഷൻ അങ്ങനെ ഇതിലെ അപ്പീൽ അധികാരങ്ങളൊന്നുമില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പരാതിയും കമ്മീഷൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ആ രീതിയിലൊരു പരാതിയും വന്നിട്ടില്ല. അതേ സംബന്ധിച്ച് ഒരു പരാതി കിട്ടി. പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറ്റന്നാൾ മുതൽ കർശന നിരീക്ഷണം ഉണ്ടാകും. ആരൊക്കെയാണ് കാൻഡിഡേറ്റ്സ് എല്ലാവരും തീർച്ചപ്പെടുത്തി കഴിഞ്ഞ് അതിനുശേഷമുള്ള പ്രധാന പരിപാടിയെ സംബന്ധിച്ച് കോഡ് ഓഫ് കോണ്ടക്റ്റ് പാലിക്കപ്പെടുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും കമ്മീഷൻ ഉറപ്പാക്കും.
ജില്ലകളിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അതിൻ്റെ ചുമതല നിർവഹിക്കുന്നതായിരിക്കും. മൾട്ടി പോസ്റ്റ് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള പുതിയ സംവിധാനങ്ങൾ വോട്ടർമാരെ പരിചയപ്പെടുത്താനുള്ള PRDയുടെ വാഹന പര്യടനം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശശിധരൻ നായർ ഫ്ലാഗ് ഓഫ് ചെയ്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പാലക്കാട്ടെ കണ്ണാടി പഞ്ചായത്തിൽ CPIMന് അഭിമാന പോരാട്ടമാണ്. വിമത പ്രശ്നം മൂലം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണസമിതി തിരികെ എടുക്കാൻ ഇത്തവണ അരയും തലയും മുറുക്കിയാണ് പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. എന്നാൽ പൗരമുന്നണി എന്ന പേരിൽ മത്സരിക്കുന്ന വിമത വിഭാഗത്തിനും പ്രതീക്ഷ ഏറെ. 1963 പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം തുടർച്ചയായി ഭരണം നിലനിർത്തിയിരുന്ന CPIMന് കഴിഞ്ഞ തവണയാണ് അധികാരം നഷ്ടമായത്. പാർട്ടിയിൽ നിന്നും കലാപക്കൊടി ഉയർത്തി പുറത്തുപോയവർ പൗരമുന്നണി എന്ന പേരിൽ UDFും BJPയുമായി ചേർന്ന് പ്രവർത്തിച്ചതോടെ ഒരു സീറ്റിന് ഭരണം നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ ഇത്തവണ പാലക്കാട്ടെ ചുവന്ന മണ്ണായ കണ്ണാടിയിൽ ഭരണം പിടിച്ചെടുത്ത് പാർട്ടിയുടെ അഭിമാനം സംരക്ഷിക്കാനാണ് പ്രവർത്തകരുടെ പോരാട്ടം. 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ 13ഇടത്ത് CPIMും 2ഇടത്ത് CPIയും മത്സരിക്കുന്നു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇവരൊരു മുന്നണി എന്ന രീതിയിൽ പെരുമാറിയിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. എന്തെല്ലാമോ കുറേ നടന്നു എന്നതല്ലാതെ വേറൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇവർക്കൊരു കൂട്ടായ്മയില്ല. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ഭരണം ശപിക്കപ്പെട്ട ഒരു ഭരണമായി മാറിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ ഭരണത്തെ തകർക്കുക എന്നതാണ് ഇവിടത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ തവണ 5 സീറ്റിൽ മത്സരിച്ച CPIM വിമതർ ഇത്തവണ 3 സീറ്റിലാണ് മത്സരിക്കുന്നത്. മറ്റിടങ്ങളിൽ UDFന് പിന്തുണ നൽകും. തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ ഭരണ തുടർച്ചയ്ക്ക് കാരണമാകുമെന്ന പ്രതീക്ഷയിലാണ് പൗരമുന്നണി. കഴിഞ്ഞ വർഷം 8 സീറ്റുകളാണ് പൗരമുന്നണി എന്ന നിലയ്ക്ക് ഭരണം ലഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത്തവണ CPIMന് ഏതാണ്ട് ഒരു 5-ൽ താഴെ സീറ്റുകളിലേക്ക് ഒതുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കാരണം ഈ 5 വർഷത്തെ ഭരണ നേട്ടം അത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണാടിയിൽ ഭരണം പിടിച്ചെടുക്കാൻ CPIMും ഭരണം നിലനിർത്താൻ പൗരമുന്നണിയും ഏറ്റുമുട്ടുമ്പോൾ മത്സരാവേശം വാനോളമാണ്. റിപ്പോർട്ടർ, പാലക്കാട്. പാലക്കാട് നഗരസഭയിലെ അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകളെന്ന ആരോപണം. വോട്ടർമാരായ പലരെയും ഒഴിവാക്കിയ ലിസ്റ്റിൽപ്പെടുത്തി വോട്ടവകാശം ഇല്ലാതാക്കിയതായി CPIMും BJPയും ആരോപിക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇരു കൂട്ടരും നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. പാലക്കാട് നഗരസഭയിൽ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിലാണ് വ്യാപക പിഴവുകൾ കണ്ടെത്തിയത്. വോട്ടർമാരായ പലരും തങ്ങളെ ഒഴിവാക്കിയ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് കണ്ട് അമ്പരന്നു. യാക്കര 37-ാം വാർഡിലെ ഉമ്മറിന്റെ പേര് ഒഴിവാക്കിയ ലിസ്റ്റിൽ 67 തവണയാണ് ഫോട്ടോ സഹിതം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭയിലെ ഭൂരിഭാഗം വാർഡുകളിലും വോട്ടർമാരായ പലരെയും ഒഴിവാക്കിയ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയതെന്ന് CPIM ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIM പ്രവർത്തകർ നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ യാതൊരു അപേക്ഷയും കൊടുക്കാതെ വേറെ ആരും പരാതിയുമില്ലാതെ ഇവരുടെ വോട്ടുകൾ ഭരണസ്വാധീനം ഉപയോഗിച്ച് മാറ്റുന്നൊരവസ്ഥയാണുള്ളത്. BJP പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. നഗരസഭയിലെ 9-ാം വാർഡ് സ്ഥാനാർത്ഥിയായ പ്രശാന്ത് കുമാർ തന്റെ വോട്ട് മത്സരിക്കുന്ന വാർഡിലേക്ക് മാറ്റുന്നതിന് അപേക്ഷ നൽകിയിട്ടും പരിഗണിച്ചില്ലെന്ന് പരാതിപ്പെട്ടു. തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട പലരെയും ഒഴിവാക്കിയതായും BJP ആരോപിച്ചു. 7-ാം വാർഡത്തെ വോട്ട് 9-ാം വാർഡിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് വന്ന് അന്വേഷിക്കുന്ന ആൾ വീടുകളിൽ വരാതെ ചായക്കടയിൽ ഇരുന്നു കൊണ്ട് ടിക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഞാൻ അവിടെ താമസിക്കണില്ല എന്നാണ്. ഞാൻ വർഷങ്ങളായിട്ട് അവിടെയാണ് താമസിക്കുന്നത്. അന്തിമ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ നഗരസഭയിലെ 100 കണക്കിന് ആളുകൾക്കാണ് വോട്ടവകാശം നഷ്ടപ്പെട്ടത്. റിപ്പോർട്ടർ, പാലക്കാട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് കോൺഗ്രസിൽ പ്രതിഷേധം. കോർപ്പറേഷനിൽ സീറ്റ് കിട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി KSU പ്രവർത്തകർ DCC ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. DCC ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് KSU പ്രവർത്തകർ പറഞ്ഞു. അതേസമയം തങ്കശ്ശേരി ഭാഗത്തെ കോൺഗ്രസ് പ്രവർത്തകർ DCCയിലെത്തി പ്രതിഷേധിച്ചു. പ്രാദേശിക താൽപ്പര്യങ്ങൾ കണക്കിലെടുക്കാതെ DCC സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DCC ഓഫീസിലെ കസേര ഉൾപ്പെടെ മറിച്ചിട്ടു. യൂത്ത് കോൺഗ്രസ് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും DCCയിലെത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ മാറ്റി ഇടതുമുന്നണി വോട്ടഭ്യർത്ഥിച്ച് സംസ്ഥാന നേതാക്കൾ വീടുകൾ കയറി തുടങ്ങി. KPC ആസ്ഥാനമായ ഇന്ദിരാഭവൻ ഉൾപ്പെടുന്ന ശാസ്തമംഗലം വാർഡിൽ CPIM സ്ഥാനാർത്ഥിക്ക് വോട്ടഭ്യർത്ഥിക്കാൻ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പന്ന്യൻ രവീന്ദ്രൻ നേരിട്ട് വന്നു. കുടുംബയോഗങ്ങൾ, പ്രചരണ യോഗങ്ങൾ, റാലികൾ. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യം ഇങ്ങനെയായിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇത്തവണ സംസ്ഥാന നേതാക്കൾ വോട്ടഭ്യർത്ഥിച്ച് വീടുകൾ കയറി തുടങ്ങി. LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ച് സംസ്ഥാന നേതാക്കൾ തന്നെ രംഗത്തുണ്ട്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ ഉൾപ്പെടുന്ന ശാസ്തമംഗലം വാർഡിൽ CPM സ്ഥാനാർത്ഥി ബിന്ദു ശ്രീകുമാറിന് വോട്ടഭ്യർത്ഥിക്കാൻ CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ നേരിട്ടെത്തി. LDFന് അനുകൂലമായ അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളതെന്ന് പന്ന്യൻ രവീന്ദ്രൻ. സ്ഥാനാർത്ഥികളുമായി നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് ബന്ധപ്പെട്ട് പോവുകയാണ്. നമുക്ക് വളരെ അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും പൊതു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്.
പിന്നെ BJP SNDP സഖ്യത്തെ ഭയന്നാണോ പുതിയ തന്ത്രമെന്ന് ചോദിച്ചാൽ പന്നീന്റെ മറുപടി ഇങ്ങനെ. മൂന്നാമത് മുന്നണി എന്ന് പറഞ്ഞ ശൂന്യതയില്ല. അത് ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ പോലെയാണ്. ഗംഗയും യമുനയും സരസ്വതി കാണൂല എന്നാണ്. ഇത് പേരിൽ മാത്രമുള്ള സരസ്വതിയാണ്. അത് സരസ്വതി എന്ന സങ്കല്പം പോലും ഇവിടെ ഇല്ല. ശാസ്തമംഗലം വാർഡിൽ ടെലിവിഷൻ അവതാരകയും മിനി സ്ക്രീൻ താരവുമായ വീണ എസ് നായരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. വീണ എസ് നായർക്ക് വോട്ടഭ്യർത്ഥിച്ച് ശശി തരൂർ MP ഇന്നലെ ശാസ്തമംഗലം വാർഡിലെ വീടുകളിലെത്തിയിരുന്നു. റിപ്പോർട്ടർ തിരുവനന്തപുരം. കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ UDF രംഗത്തിറക്കിയ വനിതാ സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമായി. മേയർ സ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങിയാണ് ഇവരിൽ പലരും രംഗത്തുള്ളത്. മേയർ സ്ഥാനത്തേക്ക് 5 വനിതകളാണ് ഇത്തവണ UDFൽ രംഗത്തുള്ളത്. സൗമിനി ജെയിൻ, ഗ്രേസ് ബാബു ജേക്കബ്, ദീപ്തി മേരി വർഗീസ്, ഷൈനി മാത്യു, ഗ്രേസി ജോസഫ് എന്നിവരാണിവർ. ഇതിൽ I വിഭാഗം ഗ്രേസ് ബാബു ജേക്കബിനെ പിന്തുണയ്ക്കുമ്പോൾ A വിഭാഗം സൗമിനി ജെയിനെ പിന്താങ്ങുന്നു. പാർട്ടി ആവശ്യപ്പെട്ടാൽ മേയറാവാൻ ഇരുവർക്കും സമ്മതം. പാർട്ടിക്ക് എപ്പോഴും പാർട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരാളായിരിക്കും. പാർട്ടി തന്നെയാണ് കൗൺസിലർ സ്ഥാനത്തേക്കുള്ള ഒരു സീറ്റ് എനിക്ക് തന്നിട്ടുള്ളത്. അതിൽ വിജയിച്ച് വന്നതിന് ശേഷമേ ബാക്കി കാര്യങ്ങൾ പാർട്ടിയുടെ നിശ്ചയപ്രകാരം നടക്കുകയുള്ളൂ. അതേസമയം സംസ്ഥാനത്തെ ചില നേതാക്കളുടെ പിന്തുണയുള്ള ദീപ്തി മേരി വർഗീസിനും മേയറാകാൻ താല്പര്യമുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഏത് ദൗത്യവും ഏറ്റെടുക്കും. പാർട്ടിയാണ് വലുത്, പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. KV തോമസിന്റെ നോമിനിയായ ഗ്രേസി ജോസഫിന്റെയും ഫോർട്ട് കൊച്ചി 1-ാം വാർഡിൽ നിന്നുള്ള ഷൈനി മാത്യുവിന്റെ പേരുകളും പരിഗണനയിലുണ്ട്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടും കോൺഗ്രസ് ഓഫീസുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ഒഴുക്ക് തുടരുകയാണ്. നേരത്തെ സീറ്റ് ഉറപ്പിക്കാനായിരുന്നു വരവെങ്കിൽ ഇപ്പോൾ പാർട്ടി പത്രത്തിന്റെ വരിസംഖ്യ അടയ്ക്കാനാണെന്ന് മാത്രം. പാർട്ടി സ്ഥാനാർത്ഥികൾ പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിന്റെ 1 വർഷത്തെ വരിസംഖ്യ ഒരുമിച്ചടക്കണമെന്ന് KPCCയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് ഓഫീസുകളിൽ വീക്ഷണം ദിനപത്രത്തിന്റെ വരിസംഖ്യ അടയ്ക്കാനുള്ളവർ തിരക്കാണ്. 1850 രൂപയാണ് സ്ഥാനാർത്ഥികൾ പാർട്ടി പത്രത്തിനായി അടയ്ക്കേണ്ടത്. പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ആവേശത്തോടെയാണ് പാർട്ടി പത്രത്തിന്റെ വരിക്കാരാവുന്നതെന്ന് നേതാക്കൾ പറയുന്നു. എല്ലാവരും പാർട്ടി പ്രവർത്തകർ സ്ഥാനാർത്ഥികളെ സഹകരിക്കുന്നുണ്ട്. അത് പാർട്ടി പത്രത്തെ വളർത്തിയെടുക്കുക എന്നുള്ള സതുദ്ദേശപരമായ ലക്ഷ്യമാണ്. അത് KPCCയുടെ തീരുമാനമാണ്. അതെല്ലാവരും സർവാത്മന സ്വാഗതം ചെയ്യുകയും ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്ക വാർഡുകളിലും 1-ലധികം പേർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട്. യഥാർത്ഥ സ്ഥാനാർത്ഥി ആരാണെന്ന് നാളെ അറിയൂ. പാർട്ടി പത്രത്തിന്റെ വരിസംഖ്യ അടച്ചിട്ടും സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ കൊടുത്ത പണം തിരിച്ചു കിട്ടുമോ എന്നാണ് ചിലരുടെ സംശയം. എന്തായാലും നേതൃത്വത്തിന്റെ വീക്ഷണം മൂലം പാർട്ടി പത്രത്തിന് പ്രചാരം വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. റിപ്പോർട്ടർ, കോട്ടയം. വെള്ളാപ്പള്ളി നടേശൻ റാലി നടത്തുന്നത് SNDPക്ക് വേണ്ടിയല്ല, RSSന് വേണ്ടിയാണെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. RSSന്റെ നയങ്ങൾ ഭാരതീയമല്ലെന്നും പിണറായി വിജയൻ പത്തനംതിട്ടയിൽ പറഞ്ഞു. RSSനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകും. ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് SNDPയിൽപ്പെട്ടവരെ ആകെ അങ്ങോട്ട് അണിനിരത്താൻ ശ്രമിക്കും. ഇതാണ് കരാർ. SNDPക്കകത്ത് മനുഷ്യരല്ലേ, മനുഷ്യരാകുമ്പോൾ ചിന്തിക്കുന്നവരാണല്ലോ. പിന്നെ ചില അടിസ്ഥാന നിലപാടുകൾ SNDPയിൽ അണിനിരന്നവർക്കുണ്ടല്ലോ. ആ നിലപാട് ശ്രീനാരായണ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ളതാണല്ലോ. ശ്രീനാരായണ ധർമ്മവും RSSന്റെ തത്വവും ഒന്നിച്ചു പോകും. അത് തീർത്തും വിരുദ്ധമായിട്ടുള്ളതാണ്, വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നതാണ്. RSS സാധാരണ ഞങ്ങളെ ഹിന്ദുവിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് നിലകൊള്ളുന്നതെന്ന് പറയാറ്. കൊല്ലം കോർപ്പറേഷനിൽ കഴിഞ്ഞ കൗൺസിലർമാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരായിരുന്നു PDPയുടെ M കമാലുദ്ദീൻ്റെ പേര്. RSPയുടെ മുന്നണി മാറ്റത്തോടെ ഇരു മുന്നണികളുടെയും അംഗബലം തുല്യമായപ്പോൾ കമാലുദ്ദീൻ്റെ വോട്ടിലൂടെയായിരുന്നു LDF ഭരണം പിടിച്ചു നിർത്തിയത്. LDFനെ പിന്തുണച്ചതിന് പാർട്ടി പുറത്താക്കിയ കമാലുദ്ദീൻ ഇത്തവണ സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്. RSPയുടെ മുന്നണി മാറ്റത്തോടെയായിരുന്നു 55 അംഗങ്ങളുള്ള കൊല്ലം കോർപ്പറേഷനിൽ ഇരു മുന്നണികൾക്കും 27 അംഗങ്ങൾ വീതം തുല്യ നിലയിലായത്. ഇതോടെ LDF ഭരിക്കുന്ന കോർപ്പറേഷനിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. PDPയുടെ കമാലുദ്ദീൻ ആർക്കൊപ്പം നിൽക്കുമെന്ന സംശയം അവസാനം വരെ ഉയർന്നെങ്കിലും കമാലുദ്ദീൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അടുത്ത പരീക്ഷണം CPIക്ക് മേയർ സ്ഥാനം നൽകിയതോടെയുള്ള മേയർ തെരഞ്ഞെടുപ്പിനായിരുന്നു. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം കമാലുദ്ദീൻ എത്തി LDFന് വോട്ട് ചെയ്തു. ഇതോടെ LDFനെ പിന്തുണച്ചതിന് PDP കമാലുദ്ദീനെ പുറത്താക്കി.
സ്വതന്ത്രനായാണ് ഇത്തവണ കമാലുദ്ദീൻ ജനവിധി തേടുന്നത്. കയ്യാലക്കൽ ഡിവിഷനിൽ മത്സരിക്കുന്ന കമാലുദ്ദീൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 5 വർഷം കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഒരു കൗൺസിലർ സമിതി MPയുടെ MLAയുടെയും ഫണ്ടുകൾ വാങ്ങി, എൻ്റെ തനത് ഫണ്ടും കൊല്ലം കോർപ്പറേഷൻ പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും എല്ലാം വാങ്ങിക്കൊണ്ട് PWയുടെ ഫണ്ടുകൾ വാങ്ങിക്കൊണ്ട് ഈ വാർഡ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി വികസനം കാഴ്ചവെച്ചിരിക്കുകയാണ്. ജയിച്ച് കോർപ്പറേഷൻ എത്തിയാൽ ഏത് മുന്നണിയെ പിന്തുണയ്ക്കുമെന്ന ചോദ്യത്തിന് മാത്രം കമാലുദ്ദീന് ഇപ്പോഴും ഉത്തരമില്ല. റിപ്പോർട്ടർ, കൊല്ലം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ബാർ ലൈസൻസ് വിവാദത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട നഗരസഭാ ഉപാധ്യക്ഷൻ പ്രഭാകരൻ വാഴുന്നോറടി സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്. നഗരസഭാ ആസ്ഥാനം ഉൾപ്പെടുന്ന പുതിയ കോട്ടറയിലാണ് പ്രഭാകരന്റെ മത്സരം. ചതുർനക്ഷത്ര ബാറിന് നിരാക്ഷേപപത്രം നൽകിയതുമായി ബന്ധപ്പെട്ട് 7 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്തായ കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടിയാണ് സ്വതന്ത്ര വേഷത്തിൽ തിരഞ്ഞെടുപ്പിനിറങ്ങുന്നത്. കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായ പുതിയകോട്ട വാർഡിലാണ് വാഴുന്നോറടി മത്സരിക്കുന്നത്. ബാർ വിവാദത്തിൽ UDFിലെ മുഴുവൻ അംഗങ്ങൾക്കും സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും പ്രഭാകരൻ മാത്രം സ്ഥാനം രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല. ഈ ഇലക്ഷനിൽ ഈ മുനിസിപ്പൽ ആഫീസ് നിലനിൽക്കുന്ന വാർഡിൽ തന്നെ സർവ്വസ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ മത്സരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിജയിക്കുമെന്നുറപ്പില്ലെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രഭാകരന്റെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ, കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് കാലം എത്തിയതോടെ പാരഡി ഗാനങ്ങൾക്കും വലിയ ഡിമാൻഡാണ്. വോട്ടർമാരെ ആകർഷിക്കാൻ തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ആലുവ പുഴയുടെ തീരത്ത് അദ്വൈത ആശ്രമ കടവത്ത് മരണത്തിൻ ചുരുളുകൾ അഴിയണ് കണ്ടു ജനവും തരിച്ചു നിൽപ്പാണേ. തെരഞ്ഞെടുപ്പ് ഗാനരംഗത്തെ ഒടുവിലത്തെ താരമാണ് സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം പരാമർശിക്കുന്ന ഈ ഗാനം. UDFിനെ വിമർശിക്കാൻ ഇടതുമുന്നണിയുടെ ട്രെൻഡ് സെറ്റർ ന്യൂജൻ തരംഗമായ പ്രേമത്തിലെ കോൺട്രാ ഗാനമാണ്. ഇവര് വേണ്ട, വലതു വേണ്ട, ഈ UDF ഭരണവും വേണ്ട, അടവ് വേണ്ട, വളവ് വേണ്ട, ഇനി വാഗ്ദാന പെരുമഴ വേണ്ട. പാർട്ടി ഭേദമന്യേ സ്ഥാനാർത്ഥികൾക്കായി ഗാനങ്ങളൊരുക്കാൻ പതിവ് പോലെ കാക്കനാട് അബ്ദുൽ ഖാദർ കാത്തിരിക്കുന്നു. ഏത് പാർട്ടിക്കാർ പറയുന്നു അവരുടെ താല്പര്യത്തിനനുസരിച്ചും അവർ പറയുന്ന സബ്ജക്റ്റുകളും നമ്മൾ പാട്ടാക്കി മാറ്റുന്നു. അവിടെ നമ്മുടെ എല്ലാ പേഴ്സണലായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും മാറ്റിവെച്ചിട്ടാണ് നമ്മൾ പാട്ടുകൾ ചെയ്യുന്നത്. പത്രികാ സമർപ്പണം പൂർത്തിയായി ചിഹ്നങ്ങൾ ലഭിക്കുന്നതോടെ അബ്ദുൽ ഖാദറിന്റെ തിരക്ക് ഇനിയും ഏറും. റിപ്പോർട്ടർ, കൊച്ചി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. Flexi Life Easy Electronics and Home Appliances. കണ്ണൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ സംസ്ഥാന പോലീസിന് കഴിവില്ലെന്ന് കെ സുധാകരൻ. കേന്ദ്രസേന വേണം. നാമനിർദ്ദേശ പത്രിക നൽകാൻ സാഹചര്യമില്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഒഴിയട്ടെ എന്ന് CPIM. കേന്ദ്രസേന വേണ്ട. പത്രിക സമർപ്പിക്കാനെത്തിയ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പെരുമാറ്റച്ചട്ടം പാലിക്കാൻ മറ്റന്നാൾ മുതൽ കർശന പരിശോധന. മാറ്റങ്ങൾ പഠിപ്പിക്കാൻ കമ്മീഷന്റെ കേരള പര്യടനം. പാലക്കാട് നഗരസഭയിലെ അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകളെന്ന ആരോപണം. അർഹരായ പലരെയും ഒഴിവാക്കിയെന്ന് CPIMും BJPയും നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. കണ്ണാടി പഞ്ചായത്തിൽ CPIMന് അഭിമാന പോരാട്ടം. വിമതർ വീഴ്ത്തിയ അധികാര കസേര തിരിച്ചെടുക്കാൻ പാർട്ടി അവസാന അംഗത്തിന്. വിമതരുടെ പൗരമുന്നണിക്കും വിജയപ്രതീക്ഷ. പാർട്ടി പത്രത്തിന്റെ വരിസംഖ്യ അടയ്ക്കാൻ DCC ഓഫീസുകളിൽ സ്ഥാനാർത്ഥികളുടെ വൻ തിരക്ക്. 1 വർഷമെങ്കിലും വീക്ഷണം വരുത്താത്തവർക്ക് ചിഹ്നം അനുവദിക്കില്ലെന്ന സർക്കുലർ കർക്കശമാക്കി. ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.